പറഞ്ഞിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ല. ഞാൻ പറഞ്ഞ സപ്പോസ് എന്തെങ്കിലും ഒരു എന്താ പറയുക കല്യാണം നടന്നാൽ അദ്ദേഹത്തെ മറന്നെന്നോ അല്ലെങ്കിൽ മറക്കുമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഈ സിംഗിൾ പേരൻസിന് എല്ലാം അറിയാം. നമുക്കൊരാൾ സംസാരിക്കണം നമ്മുടെ കാര്യങ്ങൾ, നമ്മളെ കെയർ ചെയ്യാൻ ഒരാളുള്ളത് നല്ലതാണ് അല്ലേ, നല്ലതാണ്. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോവാന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ ഓർമ്മകൾ നഷ്ടമാവില്ലേ? അതെങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ സുധിച്ചേട്ടൻ്റെ ഓർമ്മ നഷ്ടമാണ്? സുധിച്ചേട്ടൻ്റെ ഓർമ്മ നഷ്ടമാകാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പോയി. സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നത് സുധിച്ചേട്ടനെ പിന്നെ അത് ഞാൻ എന്നേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തന്നെ സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ലൊരു എന്താ പറയാ നല്ല മനസ്സിന്റെ ഉടമേനെ ആയിരിക്കും. ആരും ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ പൊതുവേ പറഞ്ഞതാണ്, മനസ്സിലായോ? അതുകൊണ്ട് എടുത്ത് പറയുന്നത് ഇതാണ്, അല്ലാതെ കള്ളത്തരം പറയുന്നതോ കള്ളത്തരം നിങ്ങളെ ബോധിപ്പിക്കാൻ കാണിക്കുന്ന ഇതൊന്നുമല്ല. നമ്മളങ്ങനെ ആൾക്കാർ കമന്റ് ഇടുന്നോണ്ട് ഞാൻ പറഞ്ഞത്. അതിലെന്തൊക്കെ എഴുതിയെന്ന് പറയാൻ പറ്റുമോ? ആ ഒരു വന്ന നോട്ടീസ് വന്നില്ലേ, ലീഗൽ നോട്ടീസ്, അത് പറയാൻ പറ്റില്ല. ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. അത് നമ്മൾ നിയമപരമായിട്ട് പോകുന്ന കാര്യം. നമ്മളിപ്പോഴേ എന്തിനാ വെറുതെ ഇട്ട് കൊടുക്കുന്നത്, ജനങ്ങൾക്കിടയിൽ ഇട്ട് വെറുതെ എന്തിനാ ഇട്ട് അലക്കിക്കുന്നത്? ഇതിൻ്റെ ആവശ്യമില്ല. അതിന് നിയമത്തിന്റെ വഴി പോകുന്നത്. ശരിക്കും നിങ്ങൾ വീട് മാറാനായിട്ടുള്ള നടപടികൾ നോക്കുന്നുണ്ടോ? അതുപോലെ തന്നെ രേണുസുതി ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞ റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, അത് ഉണ്ടോ ഇല്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം കൊണ്ട് സമയം തന്നിട്ടില്ല. 2 വർഷം ഇല്ലെങ്കിൽ 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. തട്ടട്ടരിവണനെ കാണാൻ പറ്റുമോ? മിക്കവാറും ഒരു 85-90% കാണാൻ പറ്റും. എനിക്കറിയാം 10% നമ്മുടെ കയ്യിലല്ല. നമ്മളിപ്പം ആലോചിക്കുന്ന തീരുമാനിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ, ദൈവത്തിന്റെ വിളിക്കാറുണ്ടോ? അവര് ചേട്ടനും അനിയനും അല്ലാതെ അവര് വിളിക്കട്ടെ, വിളിക്കോ പിന്നെ സംസാരിക്കാറുണ്ട്. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ വീട് സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനല്ലല്ലോ സ്വീകരിച്ചത്. അല്ല, കിച്ചൂന് അങ്ങനെ തോന്നലുണ്ടാവോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വിവാദങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ അവനൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ അവന്റെ ബ്ലോഗിൽ കൂടെ അവൻ ചെയ്യട്ടെന്നേ, ലൈവ് കൊടുക്കട്ടെ, അവന്റെ ഇതല്ലേ. കേരള ചെയ്യുന്നുണ്ട്, ചെയ്തോണ്ടിരിക്കുന്നു. കുറച്ച് ചെയ്ത് ഇനിയിപ്പം 3-ാം തീയതി തൊട്ട് അടുത്ത കൂടെ ചെയ്യുന്നു. ഞങ്ങൾ ഫില്ലിങ്സ് ഒക്കെ ചെയ്യും. അടുത്ത വിദേശ യാത്ര